അപ്പോൾ സമയം 8 മണി. നമ്മളിതാ കാലിക്കറ്റ് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലോട്ടുള്ള പോക്കാണ്. നമ്മുടെ വീട്ടിലേക്ക് ഏകദേശം 80 കിലോമീറ്റർ ഉണ്ട് കേട്ടോ എയർപോർട്ടിൽ നിന്ന്. പിന്നെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഒരു ശീലം എന്ന് പറയണത് പോകുന്ന വഴിക്ക് നല്ലൊരു മസാല ദോശ കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കയറിയായിരുന്നേ. ദോശയും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും പറയാൻ വയ്യ, അടിപൊളിയായിരുന്നു. മസാല ദോശ മാത്രമല്ല കേട്ടോ, അവിടുത്തെ കോഫി ആയാലും ചായ ആയാലും നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ വീട് എത്താറായി. എല്ലാവരും നമ്മളെ കാത്തിരിപ്പാണ് കേട്ടാ. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ മാറി മാറി വിളിക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. ബട്ട് അത് എന്തിനായിരുന്നു എന്ന് എനിക്ക് വീട്ടിലെത്തിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. എനിക്കുള്ള ഒരു സർപ്രൈസ് പ്ലാൻ ഒരുക്കിയിട്ടായിരുന്നു കേട്ടോ അവർ ഈ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിരുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഈ ഒരു മുതലിനെ സർപ്രൈസ് ചെയ്യാനായിരുന്നു കേട്ടോ ഇവരുടെ പ്ലാൻ. ആ പ്ലാൻ 100% വർക്കൗട്ട് ആവുകയും ചെയ്തേ. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ ഈ ഒരു തരം സർപ്രൈസ്. സാധാരണ ഞാനാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് കൊടുക്കാറ്. ബട്ട് ഇപ്രാവശ്യം ഇവർ എന്നെ എന്തായാലും ഞെട്ടിച്ച് കളഞ്ഞു. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പൊ നമ്മുടെ പുതിയ അതിഥിയുടെ പേര് മിക്കി എന്നാണ് കേട്ടോ. മിക്കി മോളനെ ഇവര് വാങ്ങിച്ചു വെച്ചിട്ട് ഓൾറെഡി 2 വീക്ക് അയക്കുന്നു. അപ്പൊ മസ്കറ്റിലുള്ള സമയത്ത് വിളിക്കുമ്പോ ഇവര് ഒളിപ്പിച്ചു വെച്ചിട്ടാണ് കേട്ടോ എന്നെ കോൾ ചെയ്തിരുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിന്റെ എല്ലാത്തിനും മാസ്റ്റർ പ്ലാൻ ഈ നിൽക്കുന്ന ആളാണ് കേട്ടോ. അമ്മ അതിൽ ആക്ടിങ് ആയിരുന്നു ഈ കഴിഞ്ഞ 2 ആഴ്ച മൂപ്പര്. കൂടാതെ നമ്മുടെ വീട്ടിൽ ഒരാളും കൂടി ഉണ്ട്, സിംബ എന്നാണ് കേട്ടോ അവളുടെ പേര്. പുതിയ അതിഥിനെ അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടാ. എന്തായാലും ഇവിടുത്തെ സർപ്രൈസ് കഴിഞ്ഞു. ഇനി എൻ്റെ വീട്ടിലാണ് കേട്ടോ സർപ്രൈസ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.